ഇനി ചില സുപ്രധാന ഗൾഫ് അപ്ഡേറ്റുകൾ പരിശോധിക്കാം. GCC രാജ്യങ്ങൾ തങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു. GCC റെയിൽവേ പദ്ധതിക്ക് പൊതുവായി അംഗീകാരം ലഭിച്ചത് ഈ മേഖലയിലെ യാത്രാ ചരക്ക് ഗതാഗതത്തിന്റെ ഭാവി മാറ്റിയെഴുതും. 2026ഓടെ സൗദി അറേബ്യ, UAE, ഒമാൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവ റെയിൽ മാർഗം ബന്ധിപ്പിക്കപ്പെടും. ഇതിനൊപ്പം UAEയും ബഹ്റൈനും തമ്മിൽ യാത്രാ നടപടികൾ ലഘൂകരിക്കുന്ന വൺ സ്റ്റോപ്പ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. അടുത്തതായി, സ്വദേശി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സ്വദേശിവൽക്കരണ നിയമങ്ങൾ UAE കൂടുതൽ കർശനമാക്കുകയാണ്. നിശ്ചിത ശതമാനം എമിറാത്തികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഓരോ സ്വദേശിക്കും 1,80,000 ദിറം പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് തൊഴിൽ മേഖലയിൽ UAE പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. UAE പൗരന്മാരുടെ വൻ കടങ്ങൾ എഴുതിത്തള്ളി. സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന പൗരന്മാർക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന പ്രഖ്യാപനമാണിത്. രാജ്യത്തെ 1435 പൗരന്മാരുടെ 475.154 ദശലക്ഷം ദിറം, ഏകദേശം 1075 കോടി ഇന്ത്യൻ രൂപ വരുന്ന ബാങ്ക് കടങ്ങൾ എഴുതിത്തള്ളാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നു. സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഭരണകൂടത്തിന്റെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിൽപ്പന $17.5 ബില്യൺ കവിഞ്ഞതോടെ മേഖല വലിയ വളർച്ചയിലാണ്. പുതിയ വിസ നിയമങ്ങളും ആഗോള നിക്ഷേപകരുടെ വർധനവും ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. UAEയുടെ സാമ്പത്തിക ഭദ്രതയും ആകർഷകമായ നിക്ഷേപ അന്തരീക്ഷവുമാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ ഗൾഫ് കറൻസികൾക്ക് നേരിയ വർധനവുണ്ടായത് പ്രവാസികൾക്ക് സാമ്പത്തികമായി നേട്ടമായി. രൂപയുടെ മൂല്യം കുറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചു. ഇത് അവധിക്കാല ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ അവർക്ക് അവസരം നൽകി. GCC രാജ്യങ്ങൾ വികസനം, പൗരക്ഷേമം, സാമ്പത്തിക മുന്നേറ്റം എന്നീ മേഖലകളിൽ ശക്തമായി മുന്നോട്ടു പോകുന്നു. ഈ പുരോഗതികൾ മേഖലയിലെ പ്രവാസികൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.